ആഘോഷിക്കുന്ന ഇന്നീ ദിവസം ഈ ദേശത്തെ നിവാസികൾക്ക് എൻ്റെ സ്വാതന്ത്ര്യദിനം ആശംസിക്കുകയാണ്. ഞാനിവിടെ ഒരു കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഞാനൊരു കാതികയോ കലാകാരിയോ അല്ല, പിന്നെയോ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പൈതൽ മാത്രം. സത്യദൈവമാർന്ന് തിരിച്ചറിഞ്ഞ ഒരു കൊച്ചു കുടുംബത്തിന്റെ കഥയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് സത്യ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞവർ. എന്റെ കഥ നടക്കുന്നത് അങ്ങ് അകലെയൊന്നുമല്ല, ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സുന്ദരമായ ഗ്രാമത്തിലാണ്. ഗ്രാമം. ആ ഗ്രാമത്തിന് നടുവിൽ ഒരു യുവാവ് തന്റെ ഭാര്യയോടും 2 പെൺമക്കളോടും ഒപ്പം താമസിച്ചിരുന്നു. അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലായിരുന്നു അവരുടെ ജീവിതം. അവരൊരു ജാതീയ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. അവർക്ക് ജീവിക്കേണ്ടുന്ന ധനസമ്പത്തുണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ നായകനായിരിക്കുന്ന യുവാവ് ഒരു മദ്യപാനിയായിരുന്നു. അയാളുടെ മദ്യപാനം അവരുടെ കുടുംബത്തിൽ നാശം വിതയ്ക്കാൻ തുടങ്ങി. വിഷമാണ് സ്നേഹിത, ജീവിതം തകർക്കുന്ന വിഷമാണത്. തലമുറ പെരുവഴി ആകാനുള്ളൊരു ആയുധമാണീ മദ്യം. മദ്യം വിഷമാണ് സ്നേഹിത, ജീവിതം തകർക്കുന്ന വിഷമാണത്. പതിയെ അവരുടെ ജീവിതത്തിലെ സുഖ സന്തോഷങ്ങളെല്ലാം നഷ്ടമായി തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും ആ യുവാവ് കൂടുതൽ മദ്യപാനത്തിന് അടിമയായി തുടങ്ങി. കടഭാരങ്ങളുടെയും കഷ്ടതയുടെ നടുവിലായി അവരുടെ ജീവിതം. ഉറ്റവരും ഉടയവരും കഷ്ടതയുടെയും കടഭാരങ്ങളുടെ നടുവിലായി അവരുടെ ജീവിതം. പൂർണ്ണമായി മദ്യപാനത്തിന് അടിമയാകുന്നതല്ലാതെ അതിൽ നിന്നൊരു സമാധാനവും ആ യുവാവിന് ലഭിച്ചില്ല. ജീവിതം കൈവിട്ട യാത്രകളായി ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. ജീവിതം വെറുമൊരു ഉടഞ്ഞ പാത്രം. ജീവിതം വെറുമൊരു ഉടഞ്ഞ പാത്രം. ഈ പ്രതികൂലങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ 2 കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഭവനത്തിലെ മാതാവ് പരക്കം പായുകയാണ്. അതാ നോക്കൂ, ആ യുവതി നിസ്സഹായനായി നിൽക്കുകയാണ്. തന്റെ ജീവിത ഭാരങ്ങൾ ആരോടൊന്ന് പങ്കുവെക്കുമെന്നറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ ആ യുവതി പൊട്ടിക്കരഞ്ഞു. ആ കുടുംബത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം അവർ കണ്ടെത്തിയ ക്രിസ്തുവിലുള്ള സമാധാനത്തെ കുറിച്ച് ആ യുവതിയോട് പറയുവാനിടയായി. അവർ കണ്ടെത്തിയ സമാധാനം തന്റെ ജീവിതത്തിൽ വേണമെന്ന് ആ യുവതി തീരുമാനിച്ചു. അന്നു മുതൽ ജാതീയ വിഗ്രഹാരാധനകളെ വിട്ട് ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ കുടുംബത്തിലെ പിതാവ് മാത്രം ആ വിശ്വാസ ജീവിതത്തെ തിരഞ്ഞെടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. അത് ആ യുവതിയുടെയും ആ 2 കൈക്കുഞ്ഞുങ്ങളുടെയും പ്രതീക്ഷകളുടെ താളം തെറ്റിച്ചു. എന്നാൽ താൻ കണ്ടെത്തിയ വിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ ആ യുവതി ഒരുക്കമല്ലായിരുന്നു. തന്റെ അമ്മയെടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാത്ത പ്രായത്തിലും ആ 2 കൈക്കുഞ്ഞുങ്ങളും വിശ്വാസ ജീവിതത്തെ തിരഞ്ഞെടുത്തു. തളരരുതേ
പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ചു. എന്നാൽ അവർ ആ പ്രതികൂലങ്ങളെയെല്ലാം പ്രാർത്ഥന എന്ന ആയുധത്താൽ പരാജയപ്പെടുത്തി. അനേക നാളുകൾ ആ യുവതിയും ആ രണ്ട് കൈക്കുഞ്ഞുങ്ങളും രാത്രിയിൽ ഉണർന്നിരുന്ന് ആ പിതാവ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അനേക ദേവദാസന്മാർ ആ യുവാവിനോട് വചനം സംസാരിച്ചു. അപ്പോഴൊക്കെയും അവരുടെ വാക്കുകളെ ആ യുവാവ് നിരസിച്ചു. താൻ വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും വലുന്ന ഉള്ള വിശ്വാസം ആ യുവാവിന്റെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അനേക പ്രതികൂലങ്ങൾ ആ യുവാവിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ശാരീരിക വേദനകളും നഷ്ടപ്പെടലുകളും ഒറ്റപ്പെടലുകളും എന്തിനേറെ പറയുന്നു, സ്വയം മരിക്കുവാൻ പോലും തീരുമാനിച്ചു. താൻ കണ്ടെത്തിയ വിശ്വാസം തന്നെ രക്ഷിക്കില്ലെന്ന് ആ യുവാവിന് മനസ്സിലായി. ഏറെ താമസിക്കാതെ ആ യുവാവും ക്രിസ്തുവേശിലുള്ള രക്ഷയുടെ മാർഗത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ജലസ്നാനത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ ആ യുവാവും രക്ഷിതാവായി തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ അവിടെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. ആ യുവാവ് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചു പാടി: വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപപ്രായശ്ചിത്തമായി ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകലേ, ഉടഞ്ഞൊരു പളുങ്കു പാത്രമായി എന്റെ ശിഷ്ട ജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. എന്റെ ശിഷ്ട ജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. ദൈവത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യരുടെ യാത്ര ലോകത്തെങ്ങുമാനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആഡംബരത്തിൽ മുഴുകി അവന്റെ യാത്ര അവർ നയിക്കുകയാണ്. അവിടെ സത്യം മരിക്കുകയാണ്, ധർമ്മം കേഴുകയാണ്. എന്നാൽ ഒന്നോർക്കുക, എപ്പോഴും എത്ര നാൾ കഴിഞ്ഞാലും മരിക്കാത്ത സത്യവചനമുണ്ട്. അതിൽ ഉറച്ചിരിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്ര നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.